എനിക്ക് 3 മക്കളുണ്ട്. അതിൽ ചെറിയ മോനിക്ക് 6 മാസം പ്രായമായിട്ടുള്ളൂ. അയ്മൻ റബീഹ് എന്നാണ് പേര്. ആളുറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സ്വിച്ചിട്ട പോലെയാണ് വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഈ ഫോണിന് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ ടൈമൊന്നും കളയാറില്ല, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാറേ ഉള്ളൂ കേട്ടോ. മൂത്തത് മോളാണ്, അവൾക്ക് 8 വയസ്സായിട്ടുണ്ട്. അവൾ പിന്നെ നേരത്തെ സ്കൂളിൽ പോകും. പിന്നെ രണ്ടാമത്തെ ആൾ മോനാണ്, മോനിക്ക് 2.5 വയസ്സായിട്ടുണ്ട്. അവർ പിന്നെ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് നേരം അവന് തനിച്ച് കിടക്കില്ല കേട്ടോ. നമ്മൾ കൂടെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ അവനെ കളിപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയോ എന്തെങ്കിലും ആക്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് സമയം കിടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് സമയം അവന് കിടക്കില്ല കേട്ടോ. അവൻ്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരുടെ പ്രായം അതല്ലേ. നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെ അല്ലേ നമ്മൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. മക്കളുടെ വാശി കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറ് എന്താണെന്നറിയോ, അവർക്ക് നമ്മുടെ കെയറും കാര്യങ്ങളും കിട്ടേണ്ട ടൈം ഇതല്ലേ. അപ്പോൾ ആ ടൈമിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും അവരെ കെയർ ചെയ്യുക. പിന്നെയുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ചില സമയത്ത് എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും കേട്ടോ. ഇങ്ങനെ നടന്നിരുന്ന ആൾക്കാരായിരുന്നു നമ്മളൊക്കെ. ഈ വീഡിയോ കാണുന്ന പലരും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തേരാപ്പാര നടക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മൾ. എന്താ പറയുക, ഞങ്ങളൊക്കെ പണ്ടുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ അപ്പച്ചെടി കണ്ടല്ലോ, അതിൽ നിന്നുള്ള പൂക്കളൊക്കെ പറിച്ച് നമ്മുടെ മക്കൾ കറുത്തതാണോ വെളുത്തതാണോ അങ്ങനെയൊക്കെ നോക്കി നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ. ഇപ്പോൾ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണല്ലേ നമുക്കുള്ളത്. കല്യാണം കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇനി വന്നു. പിന്നെ നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു വൈഫ് മാത്രമല്ല ആവുന്നത്, മുത്തശ്ശിയാവും, ഇളയച്ചിയാവും, നാത്തൂനാവും, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് നമുക്ക് കുറേ സ്ഥാനങ്ങൾ കിട്ടുമല്ലേ. പിന്നെ നമ്മൾ മക്കളായി കഴിഞ്ഞാൽ നമുക്ക് അതിലേറെ കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ടാകും. കുറേ കാര്യങ്ങളായിട്ട് നമുക്കുണ്ടാകും. മക്കളുടെ എണ്ണം കൂടുമ്പോൾ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമുക്ക് കൂടി വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അതാ നമുക്ക് സ്വന്തം വീടായിട്ടുണ്ട് കേട്ടോ. സ്വന്തം വീടായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, നമുക്ക് ആ ഒരു വീട് ഫുള്ള് നമ്മളൊരാളല്ലേ കൊണ്ട് നടക്കേണ്ടത്. നമ്മൾ ഓരോ സ്ഥാനങ്ങളിൽ എത്തുമ്പോഴാണ് കേട്ടോ ആ ഒരു സ്ഥാനത്തിരുന്നവരുടെ വാല്യൂ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു പാരൻസ് ആവുമ്പോഴാണ് പാരൻസ് എത്രത്തോളം റിസ്ക് ആയിട്ടാണ് നമ്മളെ വളർത്തിയതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് കേട്ടോ. നമ്മൾ ജീവിതം എന്താണെന്ന് പഠിക്കുമ്പോഴേക്കുണ്ടല്ലോ ജീവിതത്തിൻ്റെ പകുതി ടൈം കഴിഞ്ഞു പോകും. റെസ്പോൺസിബിലിറ്റീസ് വന്നാൽ തന്നെ നമ്മൾ ജീവിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും എൻ്റെ എന്തെല്ലാം പണികൾ തീർന്നതെന്നറിയോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.